ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മളിന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ന്യൂസ് വായിച്ചറിയുന്നവർ ഒരുപക്ഷെ ഈ ഒരു വിവരം മനസ്സിലാക്കി കാണും. അതായത് നമ്മളുടെ രാജ്യത്ത് ഇന്ന് CCTV ക്യാമറകളുടെ ഉപയോഗം വളരെ കൂടുതലാണ്. അതിൻ്റെ ഉപയോഗം വളരെ കൂടുതലെന്ന് പറഞ്ഞാൽ വീടുകളിലും ഓഫീസുകളിലും സ്ട്രീറ്റുകളിലും റോഡുകളിലും തെരുവുകളിലും എല്ലാം തന്നെ CCTV ക്യാമറകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തെല്ലാ രാജ്യത്തും ഗവൺമെൻറ്റുകളും അതുപോലെ തന്നെ സ്വകാര്യമായിട്ടുള്ള സ്ഥാപനങ്ങളും വീടുകളും സ്വകാര്യ വ്യക്തികളും ഒക്കെ തന്നെ CCTV ക്യാമറകൾ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി നമുക്കറിയാം. പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നല്ല നമ്മൾ നേരിടുന്ന ഭീഷണി വൻതോതിൽ ചൈനയിൽ നിന്നാണ്. അപ്പം പാകിസ്ഥാനിൽ നമുക്ക് തീവ്രവാദ പ്രവർത്തനങ്ങൾ മാത്രമേ നേരിടേണ്ടി വരുന്നുള്ളൂ. അതിനെ നമ്മളുടെ ശക്തി ഉപയോഗിച്ച് നമുക്ക് അതിനെ ഒരു പരിധിവരെ നമുക്ക് ഫലപ്രദമായിട്ട് നേരിടുവാനും പ്രതിരോധിക്കുവാനും പാകിസ്ഥാൻ ഇടയ്ക്ക് രണ്ട് കൊട്ടു കൊടുത്തു കഴിഞ്ഞാൽ അതിനെ നമുക്കൊരു പക്ഷേ നിലയ്ക്ക് നിർത്താനൊക്കെ സാധിക്കും. പക്ഷേ ചൈന എന്ന് പറയുന്ന അതികായൻ അല്ലെങ്കിൽ ജയൻറ്റിനെ നമുക്ക് തോൽപ്പിക്കുക അല്ലെങ്കിൽ പ്രതിരോധിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്ത്യക്ക് ഒരു രാജ്യം എന്ന രീതിയിൽ സുശക്തമായി ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നന്നായിട്ട് പണിയെടുത്താൽ മാത്രമേ നമുക്ക് ചൈനയിൽ നിന്നുള്ള എല്ലാ തരത്തിലുള്ള ഭീഷണി നമുക്ക് നിയന്ത്രിക്കാനും പ്രതിരോധിക്കുവാനും ഇല്ലാതാക്കുവാനും സാധിക്കത്തുള്ളൂ എന്നുള്ളൊരു വസ്തുത നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ചൈനയിൽ നിന്നും നമ്മളുടെ അതിർത്തിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്നതൊഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള ഇക്കണോമിക് ത്രെറ്റ്സാണ് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് ഉള്ള ഭീഷണിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. അതിനപ്പുറം ചൈന അകമഴിഞ്ഞ് പാകിസ്ഥാനെ ബംഗ്ലാദേശിനെയൊക്കെ സഹായിക്കുന്നുണ്ട് എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട തന്ത്രപരമായിട്ടുള്ള മേഖലകളിലെ ഭീഷണി നമ്മൾ നേരിടുന്നുണ്ട്. അത് ഡയറക്റ്റായിട്ടല്ല, ഒരുപക്ഷെ നമുക്ക് ഇൻഡയറക്റ്റ് എന്നാണ് പറയാം. പക്ഷേ ഡയറക്റ്റായിട്ട് നമ്മുടെ രാജ്യത്ത് നമ്മൾ ചൈനയുടെ ഉൽപ്പന്നങ്ങൾ വളരെയധികം എല്ലാ സമസ്ത മേഖലയിലുള്ള ഉൽപ്പന്നങ്ങൾ ചൈനയിൽ നിന്ന് നമ്മൾ മേടിക്കുന്നത് കൊണ്ട് നമ്മളുടെ സമ്പദ് വ്യവസ്ഥയും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയും നേരിടുന്ന ഭീഷണികളെക്കുറിച്ച് നമ്മൾ വളരെ കെയർഫുൾ ആകണം. അപ്പം അങ്ങനെയുള്ളൊരു മേഖലയെക്കുറിച്ചാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ പറയാനുള്ളത്. അതായത് ചൈനയിൽ നിന്നും മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിൽ നിന്നും നമ്മൾ മേടിച്ചുപയോഗിക്കുന്ന CCTV ക്യാമറകൾ, പ്രത്യേകിച്ച് ചൈനയിൽ നിന്നുള്ള CCTV ക്യാമറകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചൈനയിൽ നിന്നുള്ള ഹൈക്ക് വിഷൻ, ഷിയോമി എന്നല്ലേ ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത്, മൊബൈൽ ഫോണൊക്കെ ഉള്ളത്. പിന്നെ ഡാഹുവ, ദക്ഷിണ കൊറിയയിൽ നിന്ന് ഹൻവ, US മോട്ടറോള, അത് പണ്ട് ഉള്ളൊരു മൊബൈൽ കമ്പനിയാണ് നമുക്കറിയാം. അപ്പോൾ ഇതുപോലുള്ള കമ്പനികൾക്കാണ് ഈ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പുതിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമം അവരെ സംബന്ധിച്ച് അവർക്ക് വലിയൊരു തിരിച്ചടിയാകും. അവർക്ക് തിരിച്ചടിയായാലും നമുക്ക് പ്രശ്നമില്ല, പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയാണ് നമുക്ക് പ്രശ്നം. ഇത് അവരുടെ CCTV ക്യാമറകൾ വിൽക്കണമെങ്കിൽ ഇവിടെ കർശനമായിട്ടുള്ള ഗവൺമെൻറ് നിർദ്ദേശിച്ചിട്ടുള്ള ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിന് ശേഷം മാത്രമേ അവർക്ക് ഈ CCTV ക്യാമറകൾ വിപണിയിൽ വിൽക്കാൻ സാധിക്കൂ എന്നുള്ളൊരു നിയമം ഇന്ത്യയിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. വിദേശ കമ്പനികളുടെ നിരീക്ഷണ ക്യാമറകൾ, കാരണം ഇതിനകത്തിൽ നമുക്കറിയാം ഏത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും ഒരു സ്പൈ സ്പൈങ്ങിന് വേണ്ടി അല്ലെങ്കിൽ സർവലൻസിന് വേണ്ടി അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഏത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന, പണ്ടത്തെ പോലെയല്ല സോഫ്റ്റ്വെയറാണ് ഇന്ന് എല്ലാത്തിലുള്ളത്. അപ്പോൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന എല്ലാ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഉപകരണങ്ങളെല്ലാം തന്നെ ആർക്കും ഏത് രീതിയിലും അതിനെ ഒരു സ്പൈയിങ് എക്യുപ്മെൻ്റായിട്ട് അല്ലെങ്കിൽ സ്പൈയിങ് ഇൻസ്ട്രുമെൻ്റായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. CCTV ക്യാമറകൾ നിർമ്മിക്കുന്ന കമ്പനികൾ, എന്താണ് ഗവൺമെൻറ് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, അതുപോലെ സോഴ്സ് കോഡ് ഇതെല്ലാം സർക്കാർ ലാബുകളിൽ അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള ലാബുകളിൽ പരിശോധനയ്ക്ക് കൊടുത്തതിന് ശേഷം അത് ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ അവർക്ക് ഇന്ത്യൻ വിപണിയിൽ വിൽക്കാൻ പാടുള്ളൂ എന്നാണ് നിർദ്ദേശം. അത് വളരെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്.
അവരുടെ ബിസിനസ് നടക്കുകയില്ല എന്നുള്ളതല്ല നമ്മുടെ വിഷയം. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഗവൺമെൻറ് ഇങ്ങനെ ഒരു കർശനമായിട്ടുള്ള നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ റെഗുലേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അവർക്ക് ആ റെഗുലേഷൻ അല്ലെങ്കിൽ നിയമം അനുസരിച്ച് മാത്രമേ ഇവിടെ ഇന്ത്യയിൽ അവർക്ക് അവരുടെ കച്ചവടം നടത്താൻ സാധിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ്. നമ്മുടെ രാജ്യ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ കേന്ദ്രം ഈ നിലപാട് കടുപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മളുടെ രാജ്യത്ത് വിറ്റഴിക്കുന്ന CCTV ക്യാമറകളിൽ ഏറ്റവും കൂടുതൽ ചൈനയുടെ ആയിരിക്കാനാണല്ലോ സാധ്യത കൂടുതലെന്നല്ലേ. തീർച്ചയായിട്ടും ആണ് താനും. അപ്പോൾ ചൈനയുടെ ആധിപത്യം ഉയരുന്നത് സർക്കാരിനെ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ്റിനെ പിന്നെ തീർച്ചയായിട്ടും ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കർശനമായിട്ടുള്ളൊരു നിലപാടെടുക്കുവാൻ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പ്രേരിപ്പിച്ചത്. ഏപ്രിൽ 9-നാണ് പുതിയ ഉത്തരവ് കൊണ്ടുവന്നിട്ടുള്ളത്. പഹൽഗാം തീവ്രവാദ ആക്രമണത്തിന് ശേഷം ഈ വിഷയത്തിൽ കേന്ദ്രം വളരെ ശക്തമായിട്ടുള്ള, അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ നിലപാട് കർക്കശമാക്കി കടുപ്പിച്ചു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം പഹൽഗാമിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞാണ്. പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് ചൈന നേരിട്ടും അല്ലാതെ എങ്ങനെയാണ് പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ തന്നെ ചൈന പാകിസ്ഥാൻ്റെ ഒപ്പം നിന്നുകൊണ്ട് ഇല്ലേ. ചൈന ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പാകിസ്ഥാനെ എങ്ങനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളൊരു കാര്യം നമുക്കറിയാം. അപ്പോൾ തീർച്ചയായിട്ടും ചൈന നമ്മുടെ ഫ്രണ്ടല്ല ഒരു രീതിയിലും. കാരണം നമ്മളുമായിട്ട് സമാധാനപരമായിട്ടുള്ള ബന്ധം പിന്നെ സ്ഥാപിച്ചോ അല്ലെങ്കിൽ പുനഃസ്ഥാപിച്ചോ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്കതിനകത്ത് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. കാരണം പാകിസ്ഥാനെ ഒരു സൈഡിലും ബംഗ്ലാദേശിൻ്റെ മറു സൈഡിലും അവർ ഇന്ത്യക്കെതിരെ ഉള്ള പ്രോക്സിയായിട്ട് ഉപയോഗിക്കാനും വേണ്ടി ഈ രണ്ട് രാജ്യങ്ങളെ അവർ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, പ്രത്യേകിച്ച് മിലിറ്ററി കാര്യത്തിൽ ഇല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു നിലപാട് ചൈന എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ചൈനയ്ക്ക് ഇന്ത്യയുടെ ഉള്ളിൽ ഇതുപോലുള്ള ആധിപത്യം ലഭിക്കുക എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി, ദേശത്തിൻ്റെ സുരക്ഷ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ മുമ്പിൽ അടിയറവ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് അവരുടെ മുമ്പിൽ അടിയറവ് പറയേണ്ടി വരും എന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്. അപ്പോൾ ചൈനയുടെ കമ്പനികളായിട്ടുള്ള ഹൈക്ക് വിഷൻ, ഷിയോമി, ഡാഹുവ, അതുപോലെ തന്നെ സൗത്ത് കൊറിയയിൽ നിന്നുള്ള ഹാൻവ, US നിന്നുള്ള മോട്ടറോള കമ്പനികൾ, ഇവരൊക്കെയാണ് ഡോമിനൻ്റ് ആയിട്ടുള്ള പ്ലെയേഴ്സ് ഈ ഒരു ഫീൽഡിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പുതിയ നിയമങ്ങൾ ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകുന്നത് ഇതുപോലെ വൻതോതിൽ ബിസിനസ് ചെയ്യുന്നവർക്കായിരിക്കുമല്ലോ തീർച്ചയായിട്ടും പറഞ്ഞാൽ. ഇന്ത്യയുടെ മാർക്കറ്റിൽ വിറ്റഴിക്കുന്ന CCTVകളിൽ സിംഹഭാഗവും ഭൂരിപക്ഷവും ചൈന നിർമ്മിതമോ അല്ലെങ്കിൽ ചൈനയുടെ പങ്കാളിത്തമുള്ള ഇന്ത്യൻ കമ്പനികൾ ആണ് വിറ്റഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ചൈനയുടെ കമ്പനികൾക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് നമ്മൾ പറയുന്നത്, കേന്ദ്രത്തിൻ്റെ ഈ നിർദ്ദേശം അല്ലെങ്കിൽ റെഗുലേഷൻ എന്ന് പറയുന്നത്. 2021 തന്നെ നമ്മുടെ കേന്ദ്ര IT മന്ത്രി പാർലമെൻറ്റിൽ മറുപടി നൽകിയിരുന്നു. ചൈനയുടെ ആധിപത്യം ഈ CCTV ക്യാമറകളുടെ സെക്ടറിലെ ചൈനയുടെ ഡോമിനൻസ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ അവർക്കുള്ള ആ ഒരു ആധിപത്യം, അത് ഇന്ത്യയെ ശരിക്കും പറഞ്ഞാൽ ആശങ്കപ്പെടുത്തുന്നതാണ്. സർക്കാർ സ്ഥാപനങ്ങൾ, ഒട്ടുമിക്ക സർക്കാർ സ്ഥാപനങ്ങളിലും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള, അതായത് കേന്ദ്ര ഗവൺമെൻറ് ആയാലും ശരി സംസ്ഥാന ഗവൺമെൻറ്റുകളിലൊക്കെ ആയാലും ശരി സ്ഥാപിക്കപ്പെട്ടുള്ള CCTV ക്യാമറകളിൽ, നിരീക്ഷണ ക്യാമറകളിൽ പിന്നെ കൂടുതലും 10 ലക്ഷത്തിലധികം ക്യാമറകൾ ചൈനയുടെ കമ്പനികളുടേതാണ് എന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള വിവരങ്ങൾ ഇപ്പോൾ ഒരു സാധാരണ പൗരനെ സംബന്ധിച്ച് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തില്ലായിരിക്കും, കാരണം നമുക്ക് അറിവിൻ്റെ പ്രശ്നമുണ്ടായിരിക്കും. പക്ഷേ ഗവൺമെൻറ് എന്ന് പറയുന്ന സംവിധാനത്തിന് ഇതൊന്നും അറിയത്തില്ല എന്നുള്ളൊരു ആം, നിലപാട് ശരിയല്ലോ തീർച്ചയായിട്ടും. കാരണം നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാണ് ഇത്രയും വ്യാപകമായിട്ടുള്ള പിന്നൊരു ഏർപ്പാടുകൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഗവൺമെൻറ് തിരിച്ചറിയുന്നുള്ളത്, അല്ലെങ്കിൽ ഗവൺമെൻറ് തിരിച്ചറിയുന്നതെന്ന് പറയുന്നത് നമുക്കത്ര അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന കാര്യമല്ല. കാരണം ഇതൊക്കെ ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കി. കാരണം നമുക്ക് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഭാഗത്ത് ഇൻ്റലിജൻസും സംവിധാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ, ഗവൺമെൻറ് സംവിധാനങ്ങളുണ്ടല്ലോ. ഒരു പൗരന് അല്ലെങ്കിൽ ഒരു ചെറിയ സ്ഥാപനത്തിന്, അല്ല ഇവനൊരു സംസ്ഥാന സർക്കാരിന് അറിയാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ സാധ്യത കേന്ദ്ര ഗവൺമെൻറ് ഇതൊക്കെ അറിയാൻ സാധിക്കുമല്ലോ. എന്നിട്ടും ഇത്രയും അനുവദിച്ചു കൊടുത്തതിന് ശേഷം ഇത് ഇന്ത്യക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണെന്ന് പറയുന്നതിനകത്ത് ജസ്റ്റിഫിക്കേഷൻ ഒന്നുമില്ല. എന്നാലും ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നല്ലേ പറയുന്നത്. അല്പം ലേറ്റ് ആയാലും ശരി, ഓക്കെ, ഇപ്പോൾ നമുക്കത് ചെയ്യാൻ തോന്നിയല്ലോ എന്നുള്ളതിൽ നമുക്ക് ആശ്വസിക്കാം. അപ്പോൾ ഈ പറഞ്ഞ സർക്കാർ സ്ഥാപനങ്ങളിൽ കൂടുതലും കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാന ഗവൺമെൻറ്റുകളായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെല്ലാം തന്നെ ഈ സ്ഥാപിച്ചിട്ടുള്ള നിരീക്ഷണ ക്യാമറകൾ എല്ലാം തന്നെ ചൈനയുടെ നിർമ്മിതിയിലുള്ളതാണ്, അല്ലെങ്കിൽ ചൈനയുടെ പങ്കാളിത്തമുള്ള ബിസിനസ്സിൽ നിന്നും നിർമ്മിക്കപ്പെട്ടിട്ടുള്ള CCTV ക്യാമറകളാണെന്ന് 2021 കേന്ദ്ര
IT മന്ത്രി പാർലമെൻറ്റിൽ ചോദ്യോത്തരവേളയിൽ അവർ പറഞ്ഞതാണ്. അപ്പോൾ വീഡിയോ അടക്കമുള്ള നമ്മുടെ ഡാറ്റകൾ വിദേശ സെർവറുകളിലേക്ക് അയക്കപ്പെടുന്നത് അത് നമുക്ക് അപകടം ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതാണ് ഏറ്റവും പറഞ്ഞ അതിനകത്തിൽ പതിയിരിക്കുന്ന ഒരു അപകടം, ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അന്ന് നമ്മുടെ മന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു. മന്ത്രി ആർക്കാണ് മുന്നറിയിപ്പ് നൽകുന്നത്? മന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടൊന്നും കാര്യമില്ല. ആ മന്ത്രി അടങ്ങുന്ന ഗവൺമെൻറ്റാണ് അതിനുള്ള ആക്ഷൻ എടുക്കേണ്ടത്. അപ്പോൾ 2021 എടുക്കേണ്ട ആക്ഷൻ ഇപ്പോഴാണ് എടുത്തത്, മനസ്സിലായില്ല. 21/3 24 4 വർഷത്തിന് ശേഷമാണ് ആക്ഷൻ എടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് പ്രശ്നങ്ങളുണ്ട്. ഗവൺമെൻറ് തീർച്ചയായിട്ടും മെല്ലെപ്പോക്ക് നയം തുടരുന്നുകൊണ്ടാണ്. കാരണം പലതരത്തിലുള്ള പൊളിറ്റിക്സും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബിസിനസ് റിലേഷൻസൊക്കെ ഉൾപ്പെടുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള റിലേഷൻസ് നിലനിൽക്കുന്നുണ്ട്. ഗവൺമെൻറ് മെല്ലെപ്പോക്ക് നയം ആണെന്നുള്ള കാര്യം നമുക്കിതിനകത്ത് മനസ്സിലാക്കാം. പക്ഷേ ഇപ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് അതീവ ഭീഷണിയായി എന്ന് നമ്മുടെ മുഖ്യധാരയിൽ ഒരു ജനങ്ങൾക്കിത് തിരിച്ചറിവ് വരുമ്പോഴാണ് ഗവൺമെൻറ് പെട്ടെന്ന് ചാടി കയറി ഇങ്ങനെയുള്ള ആക്ഷൻ എടുക്കുന്നത്. പക്ഷേ 2021 നമ്മൾ ഇത് തിരിച്ചറിഞ്ഞപ്പോൾ ആക്ട് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും നമുക്ക് എന്താണ് പറയുന്നത്, രാജ്യത്തിൻ്റെ സുരക്ഷയെ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ മാർക്കറ്റ് എപ്പോഴും എല്ലാ സാധന സാമഗ്രികൾക്കും ഒരു ഏഹ്, എന്താണ് ഒരു ലാർജ് മാർക്കറ്റാണ്, വൈഡ് മാർക്കറ്റാണ്. കഴിഞ്ഞ വർഷം തന്നെ ഇവിടെ വിറ്റഴിച്ചത് $3.5 മില്യൺ CCTV ആണ്. അല്ല, CCTV മാർക്കറ്റ് ഇവിടെ ഉണ്ടായിരുന്നു. 2030 $7 ബില്യൺ ഇത് ഉയരുമെന്ന് കണക്ക് കൂടുന്നുണ്ട്. കാരണം ഇന്ന് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടല്ലോ, വീടുകളിലും ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും, ഇല്ലേ? കമ്പനികളും ബിസിനസ്സുകളും ഓഫീസുകളും ഗവൺമെൻറ്റുകൾ, പിന്നെ സംസ്ഥാന സർക്കാരുകളും എല്ലാം തന്നെ റോഡുകളിലും, ഇല്ലേ, ജംഗ്ഷനുകളിലും, സ്ട്രീറ്റിലെല്ലാം തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. വ്യാപകമായിട്ടുള്ള ഉപയോഗമാണ് CCTV. അതിന് ഒത്തിരി പ്രയോജനങ്ങളുണ്ട് താനും, ഇല്ലേ? തീർച്ചയായിട്ടും നല്ല തീർച്ചയായിട്ടും അതിന് പ്രയോജനങ്ങളുണ്ട്. പക്ഷേ പ്രയോജനം നമുക്ക് ഉള്ളത് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിക്ക് അത് പ്രശ്നമാകാതെ വരുമ്പോഴാണ് നമുക്കത് പ്രയോജനം ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ കമ്പനികൾ നിർമ്മിക്കുന്ന CCTV അല്ലെങ്കിൽ നമുക്ക് ദോഷം ഉണ്ടാകാത്ത രാജ്യങ്ങളിൽ നിന്ന് ഉള്ള ക്യാമറകളാണ് നമുക്ക് വിഷയമല്ല. പക്ഷേ നമ്മുടെ രാജ്യത്തെ പിന്നെ എന്താണ് പറയുന്നത്, നശിപ്പിക്കുവാൻ വേണ്ടി ലക്ഷ്യമിട്ടിരിക്കുന്ന നമ്മുടെ ശത്രുവെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്ന രാജ്യത്തെ പോലുള്ള, ചൈന പോലുള്ള രാജ്യത്തെ പോലുള്ള, അല്ലെങ്കിൽ ചൈന നിർമ്മിക്കുന്ന ഏത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ്, ഇപ്പോൾ ഒരു മൊബൈൽ ഫോൺ ആയാൽ തന്നെ തീർച്ചയായിട്ടും അതൊരു സ്പൈയിങ് ഇൻസ്ട്രുമെൻ്റായിട്ട് തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ സാധിക്കും. സോഫ്റ്റ്വെയർ എവിടെല്ലാം ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം തീർച്ചയായിട്ടും ഈ സ്പൈ വർക്കിന് വേണ്ടി അല്ലെങ്കിൽ റെക്കഗ്നൈസ് ആൻഡ് സർവലൻസിന് വേണ്ടി അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഏകദേശം 30% മാർക്കറ്റും ചൈനീസ് കമ്പനികളാണ് കൈയാളുന്നത്, അല്ലെങ്കിൽ അവരാണ് അതിനകത്തിൽ ആധിപത്യം. അതിനെ ഒരു തടയിട്ടില്ലെങ്കിൽ അത് വളർന്ന് വലുത് ആകാനുള്ള സാധ്യതയുണ്ടല്ലോ, തീർച്ചയായിട്ടും. നല്ല 80% ഉപകരണങ്ങളുടെ ഭാഗങ്ങളും വരുന്നത് ചൈനയിൽ നിന്നാണ്, തീർച്ചയായിട്ടും. നല്ല ഒന്ന് ഫിനിഷ് പ്രോഡക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് അത് അസംബിൾ ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യുക, സെയിൽ ചെയ്യുന്ന ബിസിനസ് മോഡൽസ് ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും ചൈനയിൽ നിന്നാണ് ഭൂരിഭാഗവും ഈ പറഞ്ഞ ഒന്നെങ്കിൽ കമ്പോണൻസോ പാർട്സോ സ്പെയർസോ ഒക്കെ തന്നെ വരുന്നത്. 80%-ലധികവും ചൈനയുടെ CCTV കമ്പനികൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈക്ക് വിഷൻ, ഡാഹുവ എന്നിവയുടെ വിൽപ്പന 2022 US ഇതിനെയൊക്കെ ബാൻ ചെയ്തിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടനും ഓസ്ട്രേലിയയും അതുപോലെ തന്നെ ബാൻ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഇന്ത്യക്ക് കത്തിയത്, ഇത്രയും ലേറ്റായിട്ട്, മനസ്സിലായില്ല. 2021 മന്ത്രി പാർലമെൻറ്റിൽ പറഞ്ഞാണ്, ശരിക്കും പറഞ്ഞാൽ ഇപ്പം 4 വർഷം കഴിഞ്ഞു. 2022 അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ തന്നെ ഈ ചൈനീസ് കമ്പനികളെ ബാൻ ചെയ്തിരുന്നു. എന്നിട്ട് ഇന്ത്യ 2025 ഇതിനെതിരെ ഒരു ആക്ഷൻ എടുക്കേണ്ടി വന്നു, നമുക്ക് വരേണ്ടി വന്നത്. അപ്പോൾ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ എത്രത്തോളം ലേറ്റ് ആണെന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മറു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വീടുകളിലും അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നതിൻ്റെ ഒരു എന്താണ് പറയുക, ഡിമാൻഡ് ശരിക്കും കൂടിയിട്ടുണ്ട്. നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക വീടുകളിലൊക്കെ ഇന്ന് CCTV ക്യാമറകൾ കാണാൻ സാധിക്കും. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു കർശനമായിട്ടുള്ള നിലപാട് ഉണ്ടാകുന്നത് നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക് നല്ലതാണ്. പക്ഷേ ഇങ്ങനെ കർശനമായിട്ടുള്ള നിലപാട് ഉണ്ടാകുമ്പോൾ ഈ ഉപകരണങ്ങളുടെ ലഭ്യത മാർക്കറ്റിൽ കുറയുമോ എന്നൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ രംഗത്തുള്ളവർ പ്രകടിപ്പിക്കുന്ന ഒരു ആശങ്കയാണ്. കാരണം വളരെ കർശനമായിട്ടുള്ള ടെസ്റ്റിംഗ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, സോഴ്സ് കോഡ്, ഇതെല്ലാം
കേന്ദ്ര ഗവൺമെൻറ് ലാബുകളിൽ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നിർദ്ദേശമുള്ള ലാബുകളിൽ അയച്ച് പരിശോധന ഗവൺമെൻറ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള രീതിയിലാണെങ്കിൽ അത് അവർ അപ്രൂവ് ചെയ്യും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രോഡക്ട്സുകൾ അവർക്ക് മാർക്കറ്റിൽ വിറ്റഴിക്കാൻ സാധിക്കത്തില്ല. കാരണം ഗവൺമെൻറ് നിയന്ത്രണം ഇതിൻ്റെ മുകളിൽ ഉണ്ടാകണം എന്നുള്ള കർശനമായിട്ടുള്ള നിലപാടാണ് ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്നുള്ളത്. അത് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയെ ആയിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് തീർച്ചയായിട്ടും അത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ചൈനയുടെ ബിസിനസ് കുറയുകയോ അല്ലെങ്കിൽ കൊറിയയുടെ ബിസിനസ് കുറയുകയോ എന്നുള്ളത് നമ്മുടെ വിഷയമല്ല. പക്ഷേ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയാണ് നമ്മുടെ വിഷയം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ ചൈനീസ് മെയ്ഡ് പ്രോഡക്ട്സിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഈ ബാൻ ചെയ്യുന്ന കമ്പനികളുടെ പ്രോഡക്ട്സിൻ്റെ ലഭ്യത മാർക്കറ്റിൽ കുറയുന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ആശങ്ക അവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ ദേശത്തിൻ്റെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളത്. അപ്പം ഈ പരിശോധനയ്ക്ക് ആവശ്യമായിട്ടുള്ള സർക്കാർ ലാബുകളുടെ കുറവും അതുപോലെ തന്നെ അനുമതി വൈകുന്നതൊക്കെ തന്നെ അതൊക്കെ നമ്മുടെ രാജ്യത്തെ ഒരു പ്രത്യേകതയാണല്ലോ. കാരണം ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ കാര്യങ്ങൾ മുറ പോലെ എന്ന് പറയുന്നത് ഇപ്പം ലാബിൻ്റെ എണ്ണം കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തിലേക്ക് ഒത്തിരി പെൻഡിങ് വരും, ഇല്ലേ? കേസുകളൊക്കെ കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ്സുകാർക്ക് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ്സുകാർക്ക് സമയാസമയങ്ങളിൽ അവർക്ക് ഈ അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ സാധിക്കാതെ വരും. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ നിന്നും ഗ്രാജ്വലി വൈപ്പ് ഓഫ് ആയി പോകും. അതിനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതിന് പകരം പിന്നെ മെയ് 28 വരെ ലാബ് പരിശോധനയ്ക്ക് അയച്ച 342 അപേക്ഷകളിൽ ഒരെണ്ണത്തിന് മാത്രമാണ് അനുമതി ലഭിച്ചതെന്നുള്ള പ്രത്യേകത ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തിലെ ഗവൺമെൻറ് ഭാഗത്തു നിന്ന് എത്രത്തോളം കർക്കശമായിട്ടുള്ള നിലപാടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അവർക്ക് എത്ര സ്മൂത്തായിട്ട് ഇനിയും ബിസിനസ് ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. അതുകൊണ്ട് അത് കുഴപ്പമില്ല. അതിന് പകരം നമ്മുടെ ഇന്ത്യൻ നിർമ്മിത CCTV ബ്രാൻഡുകൾക്ക് ഒരു പുതിയ ഉണർവ് ഉണ്ടാകുവാനോ അല്ലെങ്കിൽ അവർക്ക് നേട്ടം കൊയ്യുവാനോ ഇതിൽ നിന്ന് ഈ സാഹചര്യം വഴിയൊരുക്കട്ടെ അല്ലെങ്കിൽ വഴിയൊരുക്കുന്നുള്ള പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും ചൈനയുടെ പ്രോഡക്ട്സിന് ബിസിനസ് കുറയും, കൊറിയയുടെ പ്രോഡക്ട്സിന് ബിസിനസ് കുറയും, അമേരിക്കയുടെ മോട്ടോറോള എന്ന് പറയുന്ന കമ്പനിക്കും ബിസിനസ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്ത്യൻ നിർമ്മിത അല്ലെങ്കിൽ ഇന്ത്യയിലെ CCTV നിർമ്മിക്കുന്ന നിർമ്മാതാക്കൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റഴിക്കാനുള്ള ഒരു സാധ്യത തെളിയുന്നുണ്ട്. അതിനുള്ളൊരു പ്രതീക്ഷയുണ്ട്. അത് നടക്കട്ടെ. കാരണം നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കുന്നതായതുകൊണ്ട് നമ്മുടെ ദേശത്തിൻ്റെ സുരക്ഷ അത്രയ്ക്കധികം കോംപ്രമൈസ് ആകാനുള്ള സാധ്യത ഇല്ലാത്തതുകൊണ്ട് നമുക്കതിനെ വെൽക്കം ചെയ്യാം. ചൈനയുടെ ആധിപത്യം നമുക്ക് ഏതെല്ലാം മേഖലകളിൽ കുറയ്ക്കാൻ സാധിക്കുമോ അതെല്ലാം നമുക്ക്, പ്രത്യേകിച്ച് ഇതുപോലുള്ള മേഖലകൾ വളരെ വൈറ്റലാണല്ലോ തീർച്ചയാണല്ലോ. കാരണം ഇലക്ട്രോണിക്സ്, സോഫ്റ്റ്വെയർ, ഇല്ല കമ്മ്യൂണിക്കേഷന്, ഈ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇതുപോലുള്ള മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോഡക്ട്സ്, ഗാഡ്ജറ്റ്സ്, ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതൊക്കെ നമ്മുടെ ദേശ സുരക്ഷയ്ക്ക് വളരെ ഭീഷണി ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഭാഗത്തുനിന്ന് ഇതുപോലുള്ള മേഖലകളിൽ കർശനമായിട്ടുള്ള നിലപാടുകൾ, റെഗുലേഷൻസ് ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഗവൺമെൻറ് ഈ ഒരു നിലപാടിനെ നമുക്ക് വളരെ ലേറ്റായിട്ടാണെങ്കിലും നമുക്കതിനെ വെൽക്കം ചെയ്യാം. വളരെ പിന്നെ ഇതുപോലുള്ള മേഖലകളെ ഗവൺമെൻറ് തീർച്ചയായിട്ടും തിരിച്ചറിഞ്ഞിട്ട് അവിടെല്ലാം നമുക്ക് കർശനമായിട്ടുള്ള നിലപാടുകൾ, ഹാർഡായിട്ടുള്ള റെഗുലേഷൻസ്, ദേശസുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള മേഖലകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവിടെ ഇതുപോലുള്ള റൂൾസും റെഗുലേഷൻസും ഒക്കെ കടുപ്പിക്കുക അല്ലെങ്കിൽ ഹാർഡാക്കുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അതിൽ ഗവൺമെൻറ് ലേറ്റ് ആകുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണി കൂടുതൽ ആകും. കാരണം നമുക്ക് ചൈന പോലുള്ള രാജ്യങ്ങളെ ഒരു രീതിയിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. പ്രത്യേകിച്ച് പാകിസ്ഥാൻ, ബംഗ്ലാദേശ് ഇതുപോലുള്ള രാജ്യങ്ങളുമായിട്ട് അവർ കൂടുതൽ ശക്തമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ച് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ പിന്നെ സെക്യൂരിറ്റിയെ കൂടുതൽ ത്രട്ടൺ ചെയ്യുന്ന രീതിയിൽ അവരുടെ ആ മൂവ്മെൻ്റ് ഇപ്പോൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരു രീതിയിലും ചൈനയെ പോലുള്ള രാജ്യത്ത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഏതെല്ലാം രീതിയിൽ നമുക്ക് കർശനമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ സാധിക്കുമോ ആ രീതികളെല്ലാം നമ്മൾ ഗവൺമെൻറ് ഭാഗത്തുനിന്ന് വളരെ പെട്ടെന്ന് തന്നെ, ഇത്രയും ലേറ്റ് ആകാതെ, പോസ്റ്റ്പോൺ ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള നിലപാടുകൾ എടുക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും പിന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രൊട്ടക്ഷനും എല്ലാം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.